അതായത് എത്തിക്സ് സൊസൈറ്റിയിൽ പ്രോപ്പർ എത്തിക്സ് ഡെവലപ്പ് ചെയ്യാതെ ഈ ടെക്നോളജി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് ഇമ്പാക്ട്സിലേക്ക് കൂടുതൽ ഉണ്ടാകാൻ പോകണം. ആ ചോദ്യത്തിന് ഉത്തരം പറയാം. അല്ല, ഏതൊരു സാങ്കേതിക വിദ്യയും ഉദാഹരണമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിലെ തന്നെ അനുഭവം പറയുകയാണെങ്കിൽ, ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്ത ഒരാളായിരുന്നു. പക്ഷേ ദേശാഭിമാനി പത്രം കമ്പ്യൂട്ടർവൽക്കരിച്ചപ്പോഴാണ് എനിക്ക് ജോലി കിട്ടിയത്. അല്ല, ഇതൊക്കെ ഒരു വൈരുദ്ധ്യമായിട്ടൊക്കെ നമുക്ക് തോന്നാം. അപ്പോൾ സത്യത്തിൽ നമുക്ക് സാങ്കേതിക വിദ്യയോട് പുറംതിരിഞ്ഞ് നിൽക്കേണ്ട ഒരു കാര്യമില്ല. അത് എന്തായാലും മനുഷ്യൻ്റെ പുരോഗതിക്ക് ഏറ്റവും കൂടുതൽ അനുഗുണമായിട്ടായിരിക്കും അത് വയ്ക്കുന്നത്. പിന്നെ സന്തോഷ് വർക്കി ചോദിച്ച പോലെ ഇത് എത്തിക്സ്, അതിപ്പോൾ നമ്മുടെ ഒരു ഡോക്ടറിപ്പുണ്ട്. ഇപ്പം ഒരാളുടെ കയ്യിലൊരു കത്തി വന്നാൽ, ഒരു നൈഫ്, അത് ഒരു ഡോക്ടർ ഉപയോഗിക്കുന്നത് ഒരാളുടെ ജീവൻ രക്ഷിക്കാനും, വേറെ ഒരു ക്രിമിനലായിട്ടുള്ള ഒരാൾ ഉപയോഗിക്കുന്നത് ഒരാളെ കുത്തി കൊല്ലാനും ആയിരിക്കുമല്ലോ. അപ്പോൾ അത് ഉപയോഗിക്കുന്നതിൻ്റെ ആ ഒരു എത്തിക്സ്, അത് ആ മനുഷ്യൻ്റെ ഇതനുസരിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മളെ വരുന്ന സാങ്കേതികത്വത്തെ ഒന്നും കുറ്റം പറയേണ്ട കാര്യമില്ല. അത് ഉപയോഗിക്കുക, അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കണം. അല്ല, ആ എത്തിക്സ് എല്ലാം ഉണ്ടാകുന്നത് മനുഷ്യരിലല്ലേ. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തുള്ള ഈ നിർമ്മിത ബുദ്ധി, നമ്മുടെ മനുഷ്യർ ആർജിച്ച മുഴുവൻ അറിവുകളും സമാഹരിച്ചു വെച്ചിരിക്കുന്നു. അത് അനാലിസ് ചെയ്യുന്നു, നമ്മൾക്ക് അതിന്റെ റിസൾട്ട് തരുന്നു. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യർ ആർജിച്ചതെന്ന് പറയുമ്പോൾ അത് പല രീതിയിലായിരിക്കും മനുഷ്യർ ചിന്തിക്കുന്നതും ഒക്കെ. പക്ഷെ മനുഷ്യന്റെ വികാരങ്ങളും ഒന്നും ഇതിൽ പ്രതിഫലിക്കില്ല. അത് മനുഷ്യന് തന്നെ, ആ മനുഷ്യന്റെ സ്വന്തമായിട്ടുള്ള ഇതായിരിക്കും. അറിവുകൾ ശേഖരിക്കുന്നു, അത് ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുന്നു, അത് കൃത്യമായിട്ട് അനാലിസ് ചെയ്യുന്നു, നമ്മൾക്ക് തിരിച്ചു തരുന്നു. അത് ഏത് മേഖലയിലും അത്തരം പ്രവർത്തനങ്ങൾ മാത്രമാണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സ്റ്റീഫൻ ഹോക്കിംഗ് കൂടെ ആൾക്കാർ പറഞ്ഞത് പ്രൊമോട്ട് ചെയ്തതും പ്രൊമോട്ട് ചെയ്ത മനുഷ്യനെ ഓവർകം ചെയ്യുന്ന നെഗറ്റീവായിട്ട് മാറുന്നു. ഇല്ല, മനുഷ്യനെ ഒരിക്കലും ഓവർകം ചെയ്യാനായിട്ട് എനിക്ക് കഴിയില്ല. അതിന് ഉദാഹരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സൗദി അറേബ്യ എന്ന രാജ്യത്ത് ഒരു പൗര, സോഫിയ എന്ന് പറഞ്ഞ പൗരയുണ്ട്. അവർക്ക് ഒരിക്കലും മനുഷ്യ സമൂഹത്തെ പോലെ ആകാൻ കഴിയില്ല. കാരണം ആഗ്രഹമുണ്ട് അവർക്ക്, പക്ഷെ അങ്ങനെ ആകാൻ കഴിയില്ലെന്ന് വ്യക്തമായി നമുക്കറിയാമല്ലോ. അല്ല, ഐൻസ്റ്റീനെ പോലെ ഒന്നും ക്രിയേറ്റീവ് ആവാനായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് കഴിയില്ല. കാരണം ഐൻസ്റ്റീന്റെ അറിവും കൂടി നമുക്ക് ഉപയോഗിക്കാം. അതിന്റെ മുകളിലുള്ള പുതിയ ജ്ഞാനങ്ങൾ നേടാനായിട്ട് മനുഷ്യൻ തന്നെയാണ് വേണ്ടി വരുന്നത്. ആ നേടിയ അറിവുകൾ നമ്മൾ അതിലേക്ക് ഫീഡ് ചെയ്യുന്നു. മനുഷ്യ സമൂഹം നേടിയ അറിവുകൾ, ഉദാഹരണമായിട്ട് സന്തോഷ് വർക്കി ഞാനും സംസാരിക്കുന്ന ഈ സാങ്കേതിക വിദ്യ മനുഷ്യ സമൂഹം നേടിയതാണ്. പക്ഷെ സന്തോഷ് വർക്കിക്കും എനിക്കും ഇത് അറിയില്ല. ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലായില്ലേ? നമ്മൾക്ക് രണ്ടുപേർക്കും ഇത് അറിയില്ല. പക്ഷെ ഇത് മനുഷ്യ സമൂഹം നേടിയ ഈ ജ്ഞാനം മറ്റുള്ളവർക്കും കൂടി പെട്ടെന്ന് നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് പെട്ടെന്ന് പഠിക്കാൻ കഴിയും. എയറോപ്ലെയിൻ ഉണ്ടാക്കാനായിട്ട് സന്തോഷ് വർക്കിക്കും അറിയില്ല, എനിക്കും അറിയില്ല. പക്ഷെ ഈ സാങ്കേതിക വിദ്യയിൽ ഇതെല്ലാം ലഭ്യമാണ്. മനുഷ്യ സമൂഹം നേടിയ എല്ലാ വിജ്ഞാനങ്ങളും ക്രോഡീകരിക്കപ്പെട്ട സംഭവത്തിൽ നിന്ന് നമുക്കത് ആർജിച്ചെടുക്കാൻ കഴിയും. അത് മാത്രമാണ്. അല്ലാതെ ഐൻസ്റ്റീൻ്റെ ജ്ഞാനമോ അല്ലെങ്കിൽ ഐസക് ന്യൂട്ടന്റെ അദ്ദേഹത്തിന് ആ ഒരു പ്രത്യേക പീരീഡിലുണ്ടായ ഒരു ജ്ഞാനമോ യേശുക്രിസ്തുവിനുണ്ടായിരുന്ന മറ്റേ കരുണയോ സ്നേഹമോ അല്ലെങ്കിൽ ആ ജ്ഞാനമോ ഇതൊന്നും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പുതിയതായിട്ടുണ്ടാക്കില്ല. പക്ഷെ അതെല്ലാം റെക്കോർഡഡ് ആയിരിക്കും. നമുക്ക് അതിൽ നിന്ന് എന്ത് കാര്യങ്ങൾ ആർജിച്ചെടുക്കാൻ കഴിയും. ലാസ്റ്റ് ചോദ്യം, സിനിമയിൽ എസ്തെറ്റിക്സ് മാത്രം മതിയോ അല്ലെങ്കിൽ എത്തിക്സ് ആവശ്യമുണ്ടോ? അല്ല, അത് ആ സിനിമ സംവിധായകരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണത്. ഉദാഹരണമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടില് വളരെ ലക്ഷ്യബോധമില്ലാന്നൊക്കെ ആൾക്കാർക്ക് തോന്നുന്ന ജീവിതം നയിച്ചൊരു സിനിമാക്കാരനായിരുന്നു ജോൺ എബ്രഹാം. 40 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ചിത്രീകരിച്ച ആ സിനിമ ഇപ്പോൾ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഫെസ്റ്റിവലിൽ അദ്ദേഹത്തിന് ആദരവോടെ കഴിഞ്ഞ ദിവസമാണ് പ്രദർശിപ്പിച്ചത്. അപ്പോൾ അമ്മ അറിയാനെന്ന് പറഞ്ഞ സിനിമ
ഈ ബക്കറ്റിലൊക്കെ പിരിവൊക്കെ എടുത്തിട്ടൊക്കെയാണ് ആ സിനിമ മറ്റേ അദ്ദേഹം ഒഡേസ മൂവീസ് നിർമ്മിക്കുന്നത്. പക്ഷെ അത് കേരളത്തിലെ പല വേദികളിലും ജനങ്ങൾ സിനിമ പിടിക്കുന്നു എന്നുള്ള രീതിയിൽ പ്രദർശിപ്പിച്ചൊരു സിനിമയായിരുന്നത്. അപ്പം അതിലൂടെ കടന്നു വന്ന പല ആൾക്കാരും, ഇപ്പോൾ ജോയ് മാത്യു ആയിരുന്നായിരുന്നു നായകൻ, ബിനപ്പോൾ ആ സിനിമയുടെ എഡിറ്ററായിരുന്നു, വേണു ആ സിനിമയുടെ ക്യാമറമാനായിരുന്നു. അത് അന്ന് ആ സിനിമ പിടിക്കുമ്പോൾ കളർ ചിത്രങ്ങൾ ഇറങ്ങുന്ന കാലത്ത് 16mm ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമിലാണ് ആ സിനിമ ചിത്രീകരിച്ചത്. 5 ലക്ഷം രൂപ അവർ കളക്ട് ചെയ്തിട്ട് ആണ് ആ സിനിമ നിർമ്മിച്ചത്. അപ്പം അതൊന്നും അപ്പം എസ്തെറ്റിക്സ്, ആ സിനിമയുടെ എസ്തെറ്റിക്സ് അതാ തീരുമാനിക്കുന്നത് ആ സിനിമാകാരൻ തന്നെയാണ് അത്. അപ്പം അത് അവരുടെ ചോയ്സായിട്ടാണ് നമുക്ക് പറയാൻ കഴിയുള്ളത്.